ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് ടെൻഷനോട് കൂടി സുധീഷിനോട് പറയുന്നു, സുധീഷ് നീതു പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഹരീഷാണ് അതിന് കാരണക്കാരനെന്നാ നീതുന്റെ അമ്മ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നീതു. സുഭാഷ് ദേഷ്യത്തോടുകൂടി ഹരീഷിന്റെ കർണപുക ചടിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ഹരീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ വിരൽ ചൂണ്ടി സുഭാഷ് പറയുന്നു, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് നിന്നെ വിശ്വാസമല്ലായിരുന്നു. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എങ്ങനെയാണോ നീ നിന്റെ അനിയന്മാരെ വളർത്തിയെന്ന് എന്റെ വായടപ്പിക്കുന്ന രീതിയിലാണ് അവർ ചോദിച്ചത്. എടാ ഹരീഷ്, നീ ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ലേ? നിനക്ക് എങ്ങനെ തോന്നി? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ അവന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. അപ്പൊ സുഭാഷ് പറയണ, അവൻ എന്ത് പറയാനാ? ആ കുട്ടി ഗർഭിണിയാ. ഹരീഷാണ് തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ കുട്ടി പറഞ്ഞു. ഒരു പെണ്ണ് ഇങ്ങനെയുള്ള കാര്യത്തില് കള്ളം പറയോ? ആ അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഹരീഷ് മകളെ ചതിച്ച് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ അവര് പറയുന്നത്. ഇവൻ ഇതിന്റെ ആവശ്യമുണ്ടോ? സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് നീ എന്താടാ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവൻ മിണ്ടാ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും ഹരീഷിനെ തല്ലുകയാണ്. ഇത് കണ്ട് എല്ലാവരും സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ അവനോട് ചോദിക്കുകയല്ലായിരുന്നോ? അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയല്ലേ നീതു? സുഭാഷ് ചോദിക്കുന്നു, അതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യോ? നീ എന്താടാ ഈ പറയുന്നത്? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ സുഭാഷ് പറയണ, ആ കുട്ടിയുടെ വീട്ടില് കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് പ്രഗ്നന്റ് ആയാൽ സമ്മതിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതാണോ ഇവൻ? അങ്ങനെയല്ല സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, നീ മിണ്ടരുത്. കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞില്ലേ? നോക്ക്, ഇനി നീ എന്റെ മുഖത്ത് നോക്കരുത്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് എന്റെ അടിയിലേക്ക് വന്നു പോരുത്. സുഭാഷ് അകത്തേക്ക് പോയതിനു ശേഷം സുധീഷ് പറയണ, നീ ആള് കൊള്ളാലോ ഹരീഷേ. സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ നീതുവിനെ കല്യാണം കഴിപ്പിച്ച് തരില്ല എന്ന് കരുതി നീ ചെയ്തതാണോ ഇത്? തികേഷ് പറയണ, ഹരീഷ് ഏട്ടാ ഇതറിഞ്ഞിട്ട് ഞങ്ങളെ പോലും ഒന്നും അറിയിച്ചില്ലല്ലോ. അവിടേക്ക് വന്നാ സുഭാഷ് പറയണ, എനിക്കിപ്പോ തോന്നുവാ ആ പെൺകുട്ടി അന്ന് ബാഗ് ഒക്കെ എടുത്തോണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നതിന്റെ കാരണം ഇതായിരുന്നു. നീ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചേ. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്ക് അപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ടാ നീ അവളെ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ച് സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടത്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിനക്ക് എങ്ങനെ തോന്നിയടാ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കാൻ? നിന്നെ ഞാൻ എന്താടാ പറയേണ്ടത്? നിന്നെ ഞാൻ അങ്ങനെയാണോടാ വളർത്തിയത്? നാട്ടില് നമ്മുടെ വീടിനുള്ള ചീത്തപ്പേരൊന്നും പോരാഞ്ഞിട്ടാണോ ഇതും കൂടി ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയെന്ന്? തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടത്തണം. അപ്പൊ സുധീഷ് പറയണ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അപ്പൊ ആരും കേട്ടില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, ഇവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി സുഭാഷൻ അത് വിട്. ഹരീഷ് നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഇനിയും സുഭാഷൻ എന്തെങ്കിലുമൊക്കെ നിന്നെ പറയും, നീ പോ. ഇത് കേട്ട് പുറത്തേക്ക് പോകുന്ന ഹരീഷ് നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ്. സുധീഷ് സുഭാഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ സുധീഷ് ആ വീട്ടുകാർ എന്തോരം വിഷമിച്ചു കാണും. അവര് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന മകള് കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാണെന്നറിഞ്ഞാൽ സഹിക്കുവോ? അവൻ അവളെ ഗർഭിണിയാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അവരെന്തായിരിക്കും വിചാരിക്കുക? ഹരീഷ് അവളെ ചതിച്ച് ഗർഭിണിയാക്കി നാട് വിട്ടു എന്നല്ലേ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പൊ അവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ എന്താകും? രണ്ടു കുടുംബത്തിനും നാണക്കേടാകില്ലേ? അപ്പൊ സുധീഷനാണ്, സുഭാഷേട്ടാ അവരത് ദേഷ്യത്തിൽ പറയുന്നതാ. സുഭാഷൻ അത് വിട്. നീതുവിനെ നമുക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ഇത് വലിയ തെറ്റൊന്നും അല്ലല്ലോ. സുഭാഷ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ അവനെ ന്യായീകരിച്ചതല്ല സുഭാഷേട്ടാ. സുഭാഷേട്ടൻ പറയുന്നത് പോലെ അവരുടെ കല്യാണം നടത്താം നമുക്ക്. ഇതുവരെ സുഭാഷേട്ടൻ അവനെ അടിച്ചിട്ടില്ല. എന്ത് പറയണമെന്നറിയാതെ അവനും ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. അവന്റെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ സുഭാഷ് പറയണേ, എന്ത് മാനസികാവസ്ഥ? നീ ഇക്കാര്യത്തില് അവന് വക്കാലത്ത് പിടിക്കണ്ട. അപ്പൊ സുധീഷ് പറയണ, അതല്ല സുഭാഷേട്ടാ അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ഇതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നടന്നു അത് വീട് സുഭാഷേട്ട. തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താം നമുക്ക്. തുടർന്ന് റൂമിലേക്ക് വന്ന നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് നീതു ചോദിക്കുന്നു, ഹരീഷ് സുഖമാണോ? അപ്പൊ ഹരീഷ് പറയണ, എന്താ അവിടെ സംഭവിച്ചത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ചേട്ടൻ എന്തിനാ എന്നെ വിളിച്ച് വഴക്ക് പറയുന്നത്? അപ്പൊ നീതു പറയണ, ഇവിടെ വലിയ പ്രശ്നമായിരുന്നു, അത് വിട്. നിനക്ക് സുഖമാണോ? അപ്പൊ ഹരീഷ് പറയണ, നീ എന്താടി ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്നേ? നിന്റെ ചേട്ടൻ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. എന്താ പറഞ്ഞതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, നീ പ്രഗ്നന്റ് ആണെന്നാ പറഞ്ഞേ. എങ്ങനെ? ചിരിച്ചുകൊണ്ട് നീതു പറയണ, എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ, ഞാൻ പ്രഗ്നന്റാ. ഞെട്ടി ഹരീഷ് ചോദിക്കണ, പ്രഗ്നന്റ് ആണെന്നോ? അതാടി ചോദിക്കുന്നത്, എങ്ങനെ പ്രഗ്നന്റ് ആകാൻ പറ്റും? നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആകും? നിന്റെ ചേട്ടൻ എന്നെ ഫോൺ വിളിച്ച് നീ പ്രഗ്നന്റ് ആണ്, അതിന് കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് എന്നെ എന്തൊക്കെയോ പറയുന്നു. നോക്ക്, നീ ശരിക്കും പ്രഗ്നന്റ് ആണോ? അപ്പൊ നീതു പറയാണ്, അതെ ഞാൻ പ്രഗ്നന്റ് ആണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീതു എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, നീ എങ്ങനെ പ്രഗ്നന്റ് ആകും? അപ്പൊ നീതു പറയണ, ഹരീഷ് നീ എന്തിനാ ടെൻഷൻ ആകുന്നത്? നീ ഒരു അച്ഛനാകാൻ പോവുകയാ, അതോർത്ത് നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണം, നീ എന്താടി പറയുന്നത്? ഞാൻ എങ്ങനെയാ സന്തോഷമായിട്ടിരിക്കുക? അപ്പൊ നീതു ചോദിക്കുന്നു, അതെന്താ അച്ഛനാകാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് സന്തോഷമില്ലേ? അപ്പൊ ഹരീഷ് പറയണ, നീ ഇങ്ങനെ പറയല്ലേ, നീ എങ്ങനെ പ്രഗ്നന്റ് ആകാനാ? അപ്പൊ നീതു പറയണ, സുഭാഷേട്ടന്റെ
വരുന്ന കല്യാണത്തിന് മുമ്പ് നമ്മുടെ കല്യാണം നടക്കില്ലെന്നല്ലേ നീ പറഞ്ഞുള്ളൂ, പ്രഗ്നന്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയണ, നീതു നീ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കാതെ, നീ എങ്ങനെ പ്രഗ്നന്റ് ആകും അത് പറ. നീതു ചോദിക്കുന്നു, നീ എന്താ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നേ? അപ്പൊ ഹരീഷ് പറയണ, നീ പ്രഗ്നന്റ് ആകാൻ നമ്മുടെ ഇടയിൽ ഒന്നും നടന്നിട്ടില്ല, പിന്നെ നീ എങ്ങനെ പ്രഗ്നന്റ് ആകും അതുകൂടി പറ. ഇത് കേട്ട് നീതു ചോദിക്കണ, അപ്പൊ നീ എന്നെ സംശയിക്കുകയാണോ ഹരീഷെ? എത്രയും പെട്ടെന്ന് നീ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതല്ലേ ഞാൻ നിന്നെ വിശ്വസിച്ചത്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ നീ? അപ്പൊ ഹരീഷ് പറയണ, നീതു ഞാൻ എന്താ പറയുന്നേ, നീ എന്താ പറയുന്നേ? അപ്പൊ നീതു പറയണ, ഹരീഷെ നീ പറയുന്നൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്, നീ എന്നെ സംശയിക്കുന്നുണ്ട്, നീ എന്നെ ചതിക്കുമെന്ന് എന്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു. അപ്പൊ പോലും എന്റെ ഹരീഷ് അങ്ങനെയൊന്നും അല്ല, അവൻ എന്നെ കല്യാണം കഴിക്കും, എന്റെ കുഞ്ഞിന് നല്ല അച്ഛനായിരിക്കും എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എങ്ങനെ തോന്നി ഹരീഷെ എന്നെ ഇങ്ങനെ സംശയിക്കാൻ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നിന്നെ സംശയിച്ചൊന്നുമല്ല, പക്ഷെ എങ്ങനെ ഇത്? അപ്പൊ നീതു പറയണേ, എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു, ഇപ്പൊ പ്രഗ്നന്റാ, അപ്പൊ ഈ കുഞ്ഞിന്റെ അച്ഛൻ നീ അല്ലേ? നിന്റെ ധൈര്യത്തില ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ വഴക്ക് കൂടുന്നത്. നീ എന്നെ ഇങ്ങനെ സംശയിച്ചാൽ എന്റെ അവസ്ഥ എന്താകും? ഞാൻ വെക്കോ ഹരീഷെ, നിന്നെ നീ ആയത് പ്രതീക്ഷിച്ചില്ല, ബാ എന്ന് പറഞ്ഞ നീതു ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹരീഷ് ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. നീതു പൊട്ടിച്ചിരിക്കുന്നു. അവിടേക്കിരുന്ന ഹരീഷ് പറയുകയാണ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനുള്ള ഒരു സാധ്യതയില്ലല്ലോ, ഞാൻ കൈ തൊട്ടുപോലെ സംസാരിക്കാറില്ല, പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആകുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹരീഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നീ ആള് കൊള്ളാലോടാ, പാവത്തെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട് സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഹരീഷ് പറയണ, ഞാൻ പറഞ്ഞത് സത്യം സുധീഷ് ഏട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്ക്. സുധീഷ് ചോദിക്കുന്നു, നീ ഒന്നും ചെയ്യാതെയാണോ ആ പെണ്ണ് പ്രഗ്നന്റ് ആയത്? ഞാൻ അച്ഛനാകുന്നതിന് മുമ്പേ നീ എന്നെ വലിയച്ഛനാക്കിയല്ലോടാ. ശരി അത് വിട്, അതും ഒരു വിധത്തില് സന്തോഷമുള്ള കാര്യമാണല്ലോ, പോയി റെഡിയാക, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ സത്യമായിട്ടും ഇല്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് സുധീഷ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാസ്കരനും ഫ്രണ്ട്സും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് വീടുണ്ടോന്നൊക്കെ ഒരാൾ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, വീട് ഒരു ബംഗ്ലാവ് തന്നെയുണ്ട്, ചുറ്റും സ്ഥലവും. എനിക്ക് 3 ലോറി ഉണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ്, എനിക്ക് 5 ലാംഗ്വേജസ് അറിയാം. ഈ സമയം അവിടേക്ക് വരികയാണ് സുഭാഷിന്റെ അമ്മയുടെ ആങ്ങള. എടോ എവിടെ അയാളെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നു, ദാ അവിടെ ഇരിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് ചീട്ട് കളിക്കുക. അമ്മാവൻ വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ നോക്കുകയാണ്. അവൻ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് വന്നേന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോഴാ കണ്ടത്, തറവാട്ടമ്പലത്തിലേക്ക് വന്നിരിക്കുക, ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതെന്ന് തോന്നുന്നു, ഇനി അവരുടനെ പോകും, വിട്ടേര്. അയാൾ പറയുകയാണ്, വിവരമല്ലേടാ തനിക്ക്, എന്റെ പെങ്ങളെ കൊന്നവനാ, ഈ നാട്ടിൽ കാലുകുത്തിയാൽ അവന്റെ കാല് വെട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ അവൻ ഈ നാട്ടിൽ വന്ന് 2 ദിവസം താമസിച്ച് തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്നതോ? അപ്പൊ ഞാൻ പറഞ്ഞ വാക്കിന് എന്ത് വിലയാ ഉള്ളത്? അയാൾ പറയണ, നിങ്ങൾ നാട്ടിലില്ലായിരുന്നല്ലോ, രാവിലെയല്ലേ വന്നത്, ഞങ്ങള് പിന്നെ എന്ത് ചെയ്യാനാ? പോടെന്ന് പറഞ്ഞ ഇങ്ങോട്ടേക്ക് തിരിയുന്ന അമ്മാവൻ ഭാസ്കരനെ കാണാതെ ചുറ്റും നോക്കുകയാണ്. എവിടെ പോയി അവന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ കൂടെയുള്ള ആൾ പറയുന്നു, അറിയില്ല. അമ്മാവൻ ചോദിക്കുന്നു, അവരെവിടെ താമസിക്കുന്നേ? അവരുടനെ പോകും, പ്രശ്നത്തിന് നിൽക്കണ്ടെന്ന് കൂടെയുള്ള ആൾ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, പോടോ, ഇന്ന് ഞാൻ അവനെ വെറുതെ വിടില്ല, അവൻ നല്ല രീതിയിൽ ഈ നാട്ടിൽ നിന്നും പോകില്ല. തുടർന്ന് ഹരീഷ് വിഷമത്തോടുകൂടി ഓർക്കുകയാണ് സുഭാഷ് തന്നെ തല്ലിയത്. അരികിലേക്ക് വന്ന സുഭാഷ് വിഷമത്തോടുകൂടി ഹരീഷ് എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ് ഹരീഷ്. കവളിൽ തലോടിക്കൊണ്ട് സുഭാഷ് ചോദിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നുണ്ടോടാ? വേദനയൊന്നുമില്ല സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, ഇപ്പൊ പോലും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ നല്ല ഉത്തരവാദിത്വം ഉള്ളവനാണെന്നാ ഞാൻ വിചാരിച്ചത്. ആ കുട്ടിയെ കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ചെയ്തത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് ഹരീഷെ. നീ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് എനിക്ക് ഇപ്പൊ വരെ മനസ്സിലായിട്ടില്ല. ദേ നോക്ക്, ഇനി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല, കുറച്ചുനാൾ കഴിയട്ടെ എന്നൊന്നും പറയരുത്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണമാ. നീതുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ല ദേഷ്യത്തിലാ, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണം ഉടനെ നടത്തണം. നീ വിഷമിക്കാതെ, നടന്നു അവരുടെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമുക്ക് എത്രയും വേഗം ഈ കല്യാണം നടത്താൻ നോക്കാം. അവര് ബഹളം വെക്കുമ്പോൾ നീ ഒന്നും പറയരുത്, അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് റെഡിയാകും, നമുക്ക് പോകാം. എന്താടാ ഹരീഷ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഹരീഷ് പറയണ, ഒന്നുമില്ല സുഭാഷിട്ടാ. തുടർന്ന് അവിടേക്ക് വന്ന ഭാസ്കരൻ മുഖം കഴുകി തിരുവനന്തപുരത്തേക്ക് പോകാനായി റെഡിയാകുമ്പോൾ അവിടേക്ക് വരികയാണ് ഭാസ്കരന്റെ ആദ്യ ഭാര്യയുടെ ആങ്ങളയും കൂട്ടുകാരും. എന്റെ ഭാസ്കര എന്ന് വിളിച്ച് അയാൾ ഭാസ്കരനെ തല്ലാനായി തുടങ്ങുകയാണ്. മാറി നിൽക്കട അങ്ങോട്ടെന്ന് പറഞ്ഞ ഭാസ്കരൻ അയാളെ പിടിച്ചു തള്ളുന്നു. ഇത് കണ്ട് ഞെട്ടി നികേഷ് എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അയാൾ ഭാസ്കരനെ തല്ലാനായി തുടങ്ങുമ്പോൾ മാറി നിൽക്കടോ അങ്ങോട്ടെന്ന് പറഞ്ഞ് ഓടി വന്ന് സുധീഷ് അമ്മാവനെ തള്ളി മാറ്റുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, അമ്മാവ എന്താ ഇത്? കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഇങ്ങനെ വഴക്ക് കൂടണോ? ഇത് കേട്ട് അമ്മാവൻ ചോദിക്കുന്നു, ആരാടാ നിന്റെ അമ്മാവൻ? ഇത് കേട്ട് എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. അമ്മാവൻ പറയുന്നു, നിന്റെ അച്ഛൻ എന്റെ പെങ്ങളെ കൊന്നവനാ, നിങ്ങളും ഞങ്ങളുമായി ഒരു ബന്ധമില്ല. ഭാസ്കരൻ പറയണ, അതെ ഞാൻ കൊന്നത് നീ കണ്ടായിരുന്നു, ഒന്ന് പോടോ. അപ്പൊ അമ്മാവൻ പറയണ, ഈ നാട് തന്നെ പറയുന്നുണ്ട് നീയാ കൊന്നതെന്ന്, ഞാൻ കാണണമായിരുന്നു. പിന്നെ ഇപ്പൊ കുടുംബമായിട്ട് എന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ബഹളം കണ്ട് ലളിത അവിടേക്ക് വിളിക്കുകയാണ്. സുനന്ദ എന്താടി എന്ന് ചോദിച്ചാൽ ലളിത അവിടേക്ക് വരുമ്പോൾ സുനന്ദ പറയണ, അമ്മേ ദേ നോക്ക്. അപ്പൊ ലളിത പറയണ, കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. തുടങ്ങി സുധീഷ് ചോദിക്കണ, ആരാണെങ്കിലും ആവശ്യമില്ലാതെ ദേഹത്ത് കൈവയ്ക്കുന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്ന് പറഞ്ഞ അമ്മാവൻ വീണ്ടും ഭാസ്കരനെ തല്ലാനായി
വരുമ്പോൾ അമ്മാവനെ പിടിച്ചു മാറ്റുകയാണ് സുധീഷും സുഭാഷും. ലളിത പറയുന്നു, ഇവനാ ഭാസ്കരന്റെ അളിയൻ, സുഭാഷിന്റെ അമ്മാവൻ. അമ്മാവനെ തള്ളി മാറ്റിക്കൊണ്ട് സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? വിരൽ ചൂണ്ടി അമ്മാവൻ പറയുന്നു, നിങ്ങളുമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇവൻ എന്റെ പെങ്ങളെ കൊന്നവനാ. ഈ നാട്ടിലേക്ക് തിരിച്ചു വരരുതെന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാ. അവൻ വീണ്ടും വന്നു. എടാന്ന് വിളിച്ച ഭാസ്കരൻ അമ്മാവന്റെ നേരെ വരുമ്പോൾ ഓടാന്ന് പറഞ്ഞ് പിടിച്ചു തള്ളുകയാണ് അമ്മാവൻ. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി അമ്മാവന്റെ ഷട്ടർ കുത്തിപ്പിടിക്കുകയാണ് സുധീഷ്. നീ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാന്ന് ചോദിച്ച് അമ്മാവൻ സുധീഷിനെ തല്ലുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താണ് നിന്റെ പ്രശ്നം? എന്റെ മക്കളുടെ ദേഹത്ത് കൈവയ്ക്കരുത്. സുധീഷിനെ തല്ലി അമ്മാവൻ പറയുകയാണ്, മാറി നിൽക്കാൻ പറഞ്ഞാൽ അവൻ മാറി നിൽക്കില്ലല്ലോ, അപ്പൊ അടി മേടിക്കും. നിന്റെ ദേഹത്തും അടി വീഴൂടാന്ന് പറഞ്ഞ് ഭാസ്കരൻ തല്ലാനായി വരുമ്പോൾ അവിടേക്ക് വന്ന ലളിത അമ്മാവനോട് പറയുന്നു, പ്രശ്നം വേണ്ട ചേട്ടാ, വിട്ടേര്. അപ്പൊ അമ്മാവൻ പറയാണ്, ലളിത നീ ഇവരുടെ കൂടെ കൂടിയല്ലേ? അപ്പൊ ലളിത പറയണ, ഞങ്ങള് കുടുംബമായിട്ട് ഒന്നിച്ചിട്ടൊന്നുമില്ല. ഞങ്ങള് തറവാട്ടമ്പലത്തിലേക്ക് വന്ന സമയത്ത് ഇവരും വന്നു. ഇതിന്റെ മകൾ സുനന്ദ, ഇവളും ഇവളുടെ ഭർത്താവ് അശ്വനും ആദ്യമായിട്ട് ഈ നാട്ടിലേക്ക് വന്നതാ. അശ്വൻ ഉടനെ വരും, വഴക്ക് വേണ്ട. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ ശരിക്കും ഇത് നിങ്ങളുടെ അമ്മാവനാണോ? അപ്പൊ സുഭാഷ് പറയണ, അതെ മോളെ, ഇത് ഞങ്ങളുടെ അമ്മയുടെ ആങ്ങളെയാ. അമ്മാവൻ ചോദിക്കുന്നു, ഇയാള് നിങ്ങളുടെ അമ്മയെ കൊന്നവനാ? ഇയാളെ ഇപ്പോഴും അച്ഛനാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങള്. ഇങ്ങനെയാണോ നിങ്ങള് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം? ഇത് കേട്ട് സുധീഷ് പറയണ, ദേ നോക്ക്, നിങ്ങൾ പറയുന്ന കഥയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അച്ഛനാണ് ഞങ്ങളുടെ അമ്മയെ കൊന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. അമ്മയെ കൊന്ന് ഇയാള് ജയിലിൽ പോയപ്പോൾ ആരും ഇല്ലാതെ ഞങ്ങൾ അനാഥരായി നിന്നില്ലേ? അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? ഇയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നു, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളുടെ കാര്യമൊന്നും നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ അമ്മാവൻ പറയണ, ആര് പറഞ്ഞു നിങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നതാ? ദേ ഇവ സമ്മതിച്ചില്ല. നാട്ടുകാരെ കൂട്ടി ഇവന്റെ കൂടെ നിൽക്കുന്നോ അതോ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ കൂടെ നിൽക്കുമെന്ന് നിങ്ങളാ പറഞ്ഞത്. സുധീഷ് ചോദിക്കുന്നു, അതുകൊണ്ട് അവിടെ വെച്ച് ബന്ധം അവസാനിപ്പിച്ചങ്ങ് പോയോ? അപ്പൊ ഭാസ്കരൻ പറയണ, നിർത്തടാ, ഇപ്പൊ നിനക്കെന്താ വേണ്ടത്? നിന്റെ പെങ്ങളെ ആരാ കൊന്നതെന്ന് നിനക്കറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നെയാ കൊന്നത്. നീ എന്ത് ചെയ്യും? ഞാൻ വരും ഇനി ഈ നാട്ടിലേക്ക്. നീ എന്ത് ചെയ്യും? നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ. അമ്മാവൻ പറയുന്നു, നീ മിണ്ടരുത്. കുടുംബമായിട്ട് വന്നതുകൊണ്ടാ ഞാനിപ്പോ നിന്നെ വെറുതെ വിട്ടതാ. നീ തനിച്ചായിരുന്നു വന്നതെങ്കിൽ നിന്നെ ഞാനിങ്ങനെ ജീവനോടെ നിർത്തി സംസാരിക്കില്ലായിരുന്നു. ഭാസ്കരൻ പറയുന്നു, ഒന്ന് പോടാ, നീ എന്നെ ഒന്നും ചെയ്യില്ല. ചെയ്യുന്നവൻ ഇങ്ങനെ സംസാരിച്ചു നിൽക്കില്ല. നീ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ട് പോകും. ജയിലൊന്നും എനിക്ക് പുതുമയുള്ളതല്ല. നേരത്തെ തന്നെ ഒരു കൊല ചെയ്ത് ജയിലിൽ പോയിട്ട് വന്നവനാ ഞാൻ. ഒന്ന് പോടാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമെന്ന് നികേഷ് പറയുമ്പോൾ ഒരാൾ ചോദിക്കാണ്, ആരാ പയ്യൻ? ഇവര് 3 പേരും അല്ലേ ഭാസ്കരന്റെ മക്കള്? അപ്പൊ അമ്മാവൻ പറയണ, എന്റെ പെങ്ങളെ കൊന്നത് പോരാഞ്ഞിട്ട് രണ്ടാമതൊരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന അവളെയും കൊന്നു. അവളുടെ മകനായി ഇവൻ. ഇത് കേട്ട് നികേഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി നികേഷ് എന്ന് വിളിക്കുകയാണ്. അമ്മാവൻ ചോദിക്കുന്നു, എടാ ഭാസ്കര, ഇവര് മാത്രമേ ഉള്ളൂ നിനക്ക് മക്കളായിട്ട്, അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ദേ നോക്ക്, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ ഇവിടെ തറവാട്ടമ്പലത്തിലേക്ക് വന്നതാ, തൊഴുതു ഞങ്ങൾ പോവാ. പഴയതൊന്നും ഇനി ഇവിടെ പറയേണ്ട കാര്യമില്ല. ഒരാൾ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾ വഴക്ക് കൂടിയാൽ നിന്റെ പെങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? അതോ ഭാസ്കറിനെ എന്തെങ്കിലും ചെയ്താൽ സമാധാനം കിട്ടുമോ? അവര് കുടുംബമായിട്ട് വന്ന് തൊഴുതിട്ട് പോകുന്നു. നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിധി പറയണ, നടന്നതൊന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായി. ഇപ്പോഴും നിങ്ങളുടെ ദേഷ്യം മാറിയില്ലേ? ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഉള്ള ബന്ധവും കൂടി ഇല്ലാണ്ടാകണ്ട. സുഭാഷ് അമ്മാവാന്ന് വിളിച്ച് അരികിലേക്ക് വരുമ്പോൾ വിരൽ ചൂണ്ടി അമ്മാവൻ പറയുന്നു, അടുത്തേക്ക് വരരുത്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും നടന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇന്നിപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ഈ നാട് വിട്ടു പൊയ്ക്കോണം. അതാ നിങ്ങൾക്കും എനിക്കും നല്ലത്. ഇനി ഇയാളെ ഞാൻ ഇവിടെ കണ്ടുപോകരുത്. വാടോ പോകാം. അങ്ങനെ അമ്മാവൻ കൂട്ടുകാരെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ഞാൻ ഇനി ഇവിടെ വരുവാടാ. അച്ഛ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ സുഭാഷ് ഭാസ്കരനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു, അയാളെ പേടിച്ചാൽ നമ്മൾ പോവാണോ? അപ്പൊ സുഭാഷ് പറയണ, നമ്മൾ ആരെയും പേടിച്ചല്ല പോകുന്നത്. നമ്മൾ തറവാട്ടമ്പലത്തിൽ തൊഴാൻ വന്നു, തൊഴുതു കഴിഞ്ഞു, മടങ്ങി പോകുന്നു. അപ്പൊ ഇനി ഇങ്ങോട്ട് വരില്ലേന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, നമ്മൾ വരും നികേഷ്, ഇത് നമ്മുടെ നാടാ. നമ്മുടെ വീട്ടില് എന്ത് നല്ലത് നടന്നാലും നന്ദി പറയാൻ നമ്മൾ ഈ നാട്ടിലേക്ക് വരും. തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഭാസ്കരൻ പറയണ, അങ്ങനെ പറയടാ സുഭാഷ്, നമ്മൾ വരും, മാസാമാസം വരും ഈ നാട്ടിലേക്ക്. ഇവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അപ്പൊ സുഭാഷ് പറയണ, ശരി അച്ഛാ, വാ നമുക്ക് പോകാം. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ തോളിന്റെ വേദന സഹിക്കാനാകാതെ അവിടേക്ക് ഇരിക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന നിധി പറയണ, സുധീഷിന് വേദനയുണ്ടോ? അമ്മാവൻ വല്ലാണ്ടാ തല്ലിയത്. ഒന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഒന്ന് കാണിച്ചേ. സാരമില്ല നിധിന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, കാണിച്ചേ. കാണിക്കാനല്ലേ പറഞ്ഞത്? സുധീഷ് തന്റെ തോളിൽ തല്ലുകൊണ്ട് ചതഞ്ഞത് നിധിയെ കാണിക്കുകയാണ്. നിധി പറയണ, നല്ല വേദന കാണുമല്ലോ. എങ്ങനെ തോന്നി അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി മരുന്നെടുക്കാനായി ഓടിപ്പോവുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന നിധി സുധീഷിന്റെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നു. സുധീഷ് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിധി വിഷമത്തോടുകൂടി മരുന്ന് പുരട്ടുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്